ഇന്നിത് ഞാൻ പൊളിക്കും. ഇജിട്ട് നടന്ന ആഘോഷിക്കും. ഇരിക്കുന്നു. ആ പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോ മഞ്ജു പൊട്ടി. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിനോട് നിക്കണ്ടെന്നുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ മെമ്പറായിട്ട് ഭരിച്ചിട്ട് ഇനി ഒരു 5 കൊല്ലം കൂടിയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നിന്ന്? അതൊരു അതിമോഹമായിരുന്നു. ജനങ്ങളുടെ അടുത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ജനങ്ങൾ നന്നായി പ്രവർത്തിച്ച് വോട്ട് മാറി കുത്തി തന്നെ പ്രവർത്തനം. ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ 5 കൊല്ലം മുമ്പേ ഈ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ നാട്ടുകാർക്ക് നല്ല ഓർമ്മ ഉണ്ട്. മനസ്സിലായില്ലേ? ആ തോമസേട്ടന്റെ വീട്ടിലേക്ക് ഇനി പോണ്ട. ആ തോമസേട്ടന്റെ വീട്ടിൽ മൂപ്പര് ആ വല്യമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മരിച്ചു പോയിട്ട് 2 കൊല്ലായി. ഇജ്ജ് അറിഞ്ഞില്ലല്ലോ? 2 കൊല്ലായി. ശാന്തേട്ടന്റെ വീട്ടിലൊന്ന് പോയി കാളെ. മൂപ്പര മോൾക്ക് ഒരു കുട്ടിയായിട്ടുണ്ട്. 58 കേട്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞോ? അറിഞ്ഞില്ലല്ലേ? മറ്റേ വാർഡിലത്തെ പോലെ അല്ല. മനസ്സിലായോ? ഹോട്ടലുകാരന്റെ അടുത്ത് എന്താണ് ഹോട്ടലിന് പെർമിഷൻ കൊടുക്കാ പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ലേ? ഈ കഴിഞ്ഞ വർഷം പറ്റിയിരുന്ന വാർഡിലത്തെ കാര്യ പറയണത്. വാങ്ങിട്ട് പൈസ വാങ്ങിയ ഓർമ്മ തിരിച്ചു കൊടുത്തില്ലല്ലോ? പെർമിഷൻ കൊടുത്തില്ലല്ലോ? പെർമിഷൻ റെഡിയാക്കി കൊടുക്കാന്നാ പറഞ്ഞിരുന്നു. അയാൾ എന്നെ കൊല്ലും. വേറൊന്നല്ല, അയാള് ഹോട്ടലിൽ തുടങ്ങാൻ പറ്റാതെ ആകെ ബുദ്ധിമുട്ടിലായ പ്രശ്നത്തിലാണ്. ആൾ കാണാൻ നിൽക്കാണ്. ഒരു വോട്ടിനല്ലേ തോറ്റ്? അതാണ് ജനങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധി വന്ന് അതുകൊണ്ട് ഒരു വോട്ടിന് തോൽപ്പിച്ചു. ഇത് കേക്ക് എന്തൊരു സുഖായിരുന്നല്ലേ? വണ്ടിക്ക് വണ്ടി, പൈസക്ക് പൈസ, അധികാരത്തിന് അധികാരം. രസം. ഏത് മഹാഭാവിയാണ് ഇന്നായിട്ടാതിയുടെ കൂട്ടി പറഞ്ഞ പോലെ അതാരാവൂലേ? ഒരു വോട്ട് ചെയ്താളല്ലേ? ഒരൊറ്റ വോട്ട്. നാട്ടുകാരൊക്കെ നോക്കിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങള് 2 പേരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് സ്ഥലം മാറി. എന്നിട്ട് അവിടെ മെമ്പറായി. എന്നിട്ടൊന്നും നടന്നില്ല. എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് ബോധം വന്ന്. അതാണ് കാര്യം. മനസ്സിലായില്ലേ? എന്നാലും നീ നരകത്തീയിലേക്ക് കൊണ്ടിട്ട ആ മഹാഭാവി ആരായിരിക്കും? ഏത് മഹാഭാവി? ഒരു വോട്ട്. എന്തൊക്കെയായിരുന്നു എന്റെ അഹങ്കാരം. മെമ്പറാന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിചാരം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നാ. ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലേ? അതിന്റെ നിലയ്ക്ക് നിൽക്കേണ്ടിയിരുന്നു. അഹങ്കരിച്ചിട്ടേ. ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അല്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ പറഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങാൻ കണ്ട ചെക്കന്മാരോ മാലപ്പടക്കായിട്ടായിരിക്കണത്. പൊട്ടിച്ചിട്ട് ആഘോഷിക്കും. കളിയാക്കിയിട്ട് കൊല്ലും. റോട്ടിലൂടെ നടന്നു പോവുക അല്ലെങ്കിൽ നമ്മൾ സ്കൂട്ടിൽ പോവുക കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല. അവരത് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ടാണ്. സ്നേഹാണല്ലേ? ഭയങ്കര സ്നേഹാണ്. ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും. ഏറ്റുവാങ്ങാനുള്ള ഒരു അപായ സൂചനയില്ല. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തില്ലല്ലേ? തോറ്റ് എന്നുള്ളതാണ്ട് അംഗീകരിക്കും. അന്നെ പറഞ്ഞു ഒരു വോട്ടിനല്ലേ തോറ്റ്? ഒരു വോട്ടിന് തോറ്റാലും ഈ ഇപ്പൊ മെമ്പറല്ല, തോറ്റ സ്ഥാനാർത്ഥിയാണ്. പണ്ട് ഇന്നസെന്റ് പറഞ്ഞ പോലെ തോറ്റ MLA. ശരി, അപ്പൊ ഞാനും അങ്ങനെ പോകുമ്പോ പറഞ്ഞിട്ട് പോലെ തൽക്കാലേ ശരി. തോറ്റ മെമ്പറിനെയാണല്ലേ? അതെ അതെ, കഴിഞ്ഞ മെമ്പർ ആയിരുന്നില്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് 2 കട്ടൻ ചായ ഉണ്ടാക്കി നീറ്റ് പോ. ഒരു കട്ടൻ ചായ കുടിച്ചാ എല്ലാ വിഷമങ്ങളും തീരും. കട്ടൻ ചായയില് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഒരു കാര്യം ചെയ്യും. അടുക്കളയില് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എനിക്ക് വേണ്ട. നീറ്റ് പോയി പോ. തോറ്റ മെമ്പറെ പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടാ. ഭഗവാനെ, എന്നെ തോൽപ്പിച്ച മഹാഭാവി തത്ത് തെളിഞ്ഞു പോണം. തോറ്റ മെമ്പറെ, എനിക്ക് ചായ നല്ല മധുരം ഉണ്ടായിക്കോട്ടോ. കണക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ 5 കൊല്ലം ഇവള് മെമ്പറായിരുന്നല്ലോ. ഈ വീട്ടിലെ മൊത്തം പണി ഞാൻ ചെയ്തിരുന്നു. ഇവൾക്ക് ഇങ്ങനെ സർക്കിട്ടാണല്ലോ, അങ്ങോട്ട് പോയാ ഭയങ്കര ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്റെ നടുവേദന പിടിച്ചിട്ട് എന്റെ ചങ്ങായി പാത്രം കഴുകിയിട്ടും അതും ഇതും സഹായിക്കാൻ ഒരാൾ വേണ്ടേ? ഓള് ഇവിടെ ഉള്ളപ്പോ ഓൾക്ക് ഞാൻ സഹായിച്ചു കൊടുക്കലുണ്ടായിരുന്നാണ് മെമ്പർ ആവണേന്റെ മുമ്പ്. ആ വോട്ട് ഞാനടാ മാറ്റി കുത്തിയത്. അപ്പൊ അതിനാണോ ഇവിടുന്ന് എന്റെ വോട്ട് അങ്ങോട്ട് മാറ്റിയത്? അതെ, തോൽപ്പിക്കാന്ന് ഞാൻ എനിക്ക് പറ്റാവുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റെ വകയും ഞാൻ മാറ്റി കുത്തി.
വല്ലാത്ത സംഭവം. ഇല്ലാച്ചി എനിക്ക് കൂട്ടിയാ പറ്റേണ്ടത്. ഒരു കാര്യം ഉം. എന്തൊക്കെ പറഞ്ഞ കൈ നടുക, സംഗതി ജനങ്ങൾ രക്ഷപ്പെട്ടു. മാത്രല്ല ഓള് ഇനിയിപ്പോ ചായ ഉണ്ടാക്കാൻ മറന്നുണ്ടാവും. എന്തായാലും ചായ ഉണ്ടാക്കി കൊണ്ടിട്ട് ബാക്കി അപ്പ കൊടുക്കാം.